നമ്മൾ തയ്ച്ചെടുത്ത ഗ്രോ ബാഗാണ് കണ്ടോ. നോക്കിയേ, ആ ചെയ്തു കൊടുത്ത കായ ഇത് എന്ത് എളുപ്പമാണ് ഇത് വളർന്നത് കണ്ടോ. ഇനിയിപ്പോൾ നല്ല ഉണക്ക് വരുമല്ലോ, അപ്പോൾ ഈ തൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമായി. ഹലോ ഡിയേഴ്സ്, വ്ലോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേ ആ ഗ്രോ ബാഗ് നമ്മൾ നിറയ്ക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. കാരണം നിലത്ത് നടുവാണെന്നുണ്ടെങ്കിൽ അതിനിഷ്ടം പോലെ വേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കുന്നത് കൂടാതെ തന്നെ മണ്ണിൽ നിന്ന് വളം വലിച്ചെടുത്തോളും. ഈ ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഏരിയയിലേ ആ വേര് ഓടത്തുള്ളൂ. അപ്പം നമ്മൾ നല്ല വളക്കൂറുള്ള രീതിയിൽ ആ മണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് അതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ ആ ചെടി നല്ല കരുത്തോടെ വളരത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വളം മാത്രമല്ല അതിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് തന്നെ നല്ല രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ ചെടി വളരെ ഫാസ്റ്റായിട്ടങ്ങ് വളർന്നോളും. പിന്നീട് നമുക്ക് ജൈവ സ്ലറിയോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി വളർന്നോളും. ചെടിയുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക്, പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ്ട് നോക്കിയേ, ഇത് നമ്മൾ തയ്ച്ചെടുത്ത ഗ്രോ ബാഗാണ് കണ്ടോ. അപ്പോൾ ഇതായി നമ്മൾ നിറച്ചിട്ട് നമുക്കൊരു സലാഡ് വെള്ളരിയുടെ തൈനകത്തോട് നട്ടു കൊടുക്കാം. നമുക്ക് ദാണ്ട് ഈ പപ്പടം കുത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിന് 2-3 ഹോൾ ഇട്ട് കൊടുക്കാം. ഇതാണ്ട് നമ്മുടെ പപ്പടം കുത്തി ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതാ ഈ താഴോട്ട് വരുന്ന ഭാഗത്ത് കണ്ടോ, ഈ നിലത്ത് മുട്ടിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് 2-3 ഹോൾ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും വലുപ്പത്തിലുള്ള ഹോൾ മതി, ഒരു 3 ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറേ കരിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിനകത്ത് നിറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ കരിയില ഇട്ട് കൊടുക്കാം, കാരണം ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു താന്നോളും. കണ്ട, പകുതിയോളം നമ്മൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ അങ്ങ് അമർത്തി വെക്കണം. ഇനി നമുക്കതാ ഇതിലോട്ട് കുറച്ച് തൊണ്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല ഉണങ്ങിയ തൊണ്ട് വേണം വെക്കാൻ. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ വെച്ച് കൊടുക്കണം, കാരണം ഇനിയിപ്പോൾ നല്ല ഉണക്ക് വരുമല്ലയോ. അപ്പോൾ ഈ തൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ ഈർപ്പം ഇതിനകത്ത് നന്നായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇതാ ഈ മണ്ണ് കണ്ടോ, ഒരാഴ്ച മുമ്പ് ഞാൻ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിരുന്ന മണ്ണായത് കണ്ടോ. കുമ്മായി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുമ്മായി ഇട്ട ഒരു 10-15 ദിവസത്തേക്ക് വെച്ചേക്കണം. ഡോളോമേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇനി എടുത്തത്. അപ്പോൾ നമുക്ക് ഈ മണ്ണ് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതാ വേപ്പൻ പിണ്ണാക്ക കണ്ടോ, കുറച്ച് വേപ്പൻ പിണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഒരു ചെറിയൊരു ഗ്ലാസ്സാണ്, അതിനൊരു 3/4 ഭാഗം മതി. ഇത് കണ്ടോ, ഇത് കപ്പലണ്ടി പിണ്ണാക്ക, കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പറയും. ഇത് നമുക്ക് ചെടി വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കണ്ടോ, ഉണക്കച്ചാണാന, അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലൊക്കെ ഗ്രോ ബാഗ് നിറച്ച് കൊടുത്തിട്ട് അതിനകത്ത് ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതാ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മളൊരു 10 മിനിറ്റ് വെച്ചിരിക്കുമ്പോഴത്തേക്ക് മണ്ണ് നന്നായിട്ടങ്ങ് നനയും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പച്ചക്കറിയുടെ തൈ നട്ടു കൊടുക്കാം. ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് സലാഡ് വെള്ളരിയുടെ തയ്യാണ് കണ്ടോ. ഇത് എടുത്ത് വെക്കേണ്ട സമയം കഴിഞ്ഞ് നേരത്തെ അതാ നോക്കിയേ, ഇത് ഇതിനകത്തിരുന്ന് തന്നെ പൂത്ത് കണ്ടോ. ഇത് കുഞ്ഞിലേ തന്നെ പൂക്കുന്നതാണ്. ഇതൊക്കെ ആൺപൂവാണ്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൺപൂ വരത്തുള്ളൂ. ഇത് സ്നോ വൈറ്റ് എന്നാണ് ഈ സലാഡ് വെള്ളരിയുടെ പേര്. ഇത് തത്ത പച്ച കളറിൽ കുറച്ച് നല്ല വലിപ്പം ഉണ്ടാകുന്ന കായ അതിനകത്ത്. ഇത് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടിയാൽ മതി കണ്ടോ, അതിങ്ങ് ഊരി വന്നോളും. നോക്കിക്കേ, വേര് കണ്ടോ, നന്നായിട്ട് വേരായിട്ടുണ്ട് കണ്ടോ. ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മൾ വിത്ത് പാകിയതുകൊണ്ട് വേരൊട്ടും മുറിഞ്ഞു പോയിട്ടില്ല കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം.
കുറച്ച് മണ്ണും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോഴെങ്ങും ഇതിനൊരു വളവും കൊടുക്കണ്ട. വെള്ളം മാത്രം കൊടുത്ത് നല്ല വെയിൽ കിട്ടുന്നിടത്തോട്ട് വെച്ചാൽ മതി. കാരണം അതിന് ആവശ്യമുള്ള വളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്കിപ്പോൾ ചൂടല്ലയോ, അപ്പോൾ നമുക്ക് കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി ഇത് വളർന്ന് വരട്ടെ. വളർന്ന് കാ പിടിക്കുമ്പം നമുക്ക് വീഡിയോ ചെയ്യാം. ഈ സലാഡ് വെള്ളരിയുടെ തൈ കണ്ടോ, ഇത് നമ്മൾ ചാക്കിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതേപോലെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 4 തൈ ഈ ഒരു ചാക്കിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. നല്ല കരുത്തോടെ ഇതും വളർന്ന് വരുന്നത് കണ്ടോ. ഇതിന് നമ്മൾ വേറെ വളങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ജൈവ സ്ലറി മാത്രം ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ തണ്ടിൻ്റെയൊക്കെ കരുത്ത് കണ്ടോ. പിന്നെ ഇലയൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. വൈകിട്ടാകുമ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് ഓക്കെ ആയിക്കോളും. ഇത്രയും വെയിൽ വേണം, എങ്കിലേ അത് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നോ ഒരു സലാഡ് വെള്ളരിയുടെ? അതിൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഈ സലാഡ് വെള്ളരിയെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പോളിനേഷൻ ചെയ്ത് കൊടുത്തില്ലയോ? നോക്കിയേ, ആ ചെയ്ത് കൊടുത്ത കായ ഇത്. എന്ത് എളുപ്പമാണ് ഇത് വളർന്നത് കണ്ടോ. ഇനി ഇതാ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അതാണ്ട് ഇനിയിപ്പോൾ ഇതിന് നമുക്ക് പോളിനേഷൻ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നന്നായിട്ട് തേനീച്ച വരുന്നുണ്ട്, ഇഷ്ടംപോലെ തേനീച്ച വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ പൂക്കളൊക്കെ അങ്ങ് കായായിട്ട് വന്നോളും. ഇതുണ്ട്, ഇത് നല്ല വെയിലത്താണ് നിൽക്കുന്നത്. ആവശ്യത്തിന് വളവും വെള്ളവും കൊടുത്തിട്ട് ഇതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാ പിടിച്ചോളും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം പെൺപൂക്കളാണ് അതിനകത്ത് വിരിയുന്നത്, കുറച്ച് മാത്രമേ ആൺപൂക്കൾ കാണത്തുള്ളൂ. ഇതാ നമ്മുടെ പന്തൽ കണ്ടോ. ഈ പന്തലിടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിട്ട് അതിനകത്ത് സലാഡ് വെള്ളരിയുടെ ഒരു തൈ വെച്ച് കൊടുത്തതാണ്. നോക്ക് എന്ത് കരുത്തോടെ ഇത് വളരുന്നതെന്ന് കണ്ടോ. ഇതിന് പിന്നെ ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല, ജൈവ സ്ലറി മാത്രം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ വഴുതന നിൽക്കുന്നത് കണ്ടോ. ഇത് ഇനി ഈ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റണം. ഇതാ കണ്ടോ, ഈ ഗ്രോ ബാഗിനകത്ത് 2 മൂടായിരുന്നു വെച്ചിരുന്നത്. നോക്കിക്കേ, ഇഷ്ടം പോലെ അങ്ങ് എത്തുമായിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് താഴോട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഈ ഗ്രോ ബാഗ് നിറച്ച് വെച്ച് തൈ വെച്ച് കൊടുത്തതാണ് കണ്ടോ. ഇനി നമുക്കിത് വലിയൊരു കുഴി എടുത്ത് അതിനകത്ത് വളമൊക്കെ ഇട്ടിട്ട് ഇത് താത്ത് വെച്ച് കൊടുക്കണം. കാരണം വഴുതനയെന്ന് വെച്ചാൽ നമുക്ക് 2-3 വർഷം വരെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് നിന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി എത്ര സ്ലറി ഒഴിച്ചു കൊടുത്താലും ഇതിൻ്റെ വളർച്ച അങ്ങ് മുരടിച്ച് പോകും. അപ്പോൾ നമ്മൾ തറയിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളിതങ്ങ് നിന്നോളും. നന്നായിട്ട് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ശിഖരങ്ങളുണ്ടായിട്ട് അതിനകത്ത് നിറച്ചങ്ങ് കാ പിടിച്ചോളും. എന്നിട്ട് ഇതെല്ലാം ഈ 3 വഴുതനയും നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.